താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എങ്ങനെ തടഞ്ഞുവെക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഫലം പ്രസിദ്ധീകരിക്കാൻ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്ത നടപടി ആശ്ചര്യകരമാണെന്നും പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയാണെന്ന് കണക്കാക്കുമെന്നും കോടതി പറഞ്ഞു. സർക്കാർ യോഗം കൂടി തീരുമാനമെടുക്കാൻ എന്തിനാണ് വൈകുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. അതേസമയം താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് എഴുതിയ ഏക പരീക്ഷയിൽ ഷഹബാസിന് ലഭിച്ചത് A+ ആണെന്ന് SSLC പരീക്ഷാഫലം വ്യക്തമാക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി പരീക്ഷയാണ് ഷഹബാസ് ആകെ എഴുതിയത്. ആ പരീക്ഷയിലാണ് ഷഹബാസിന് A+ ലഭിച്ചത്. ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്തതിൽ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് രംഗത്ത് വന്നിരുന്നു. കേസിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ SSLC ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞെന്നാണ് S. ഷാനവാസ് വ്യക്തമാക്കുന്നത്. ജുവനൈൽ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത്. എന്നാൽ അക്രമവാസനകൾ വെച്ചുപൊറുപ്പിക്കാനാകില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തതെന്നും S. ഷാനവാസ് വ്യക്തമാക്കി. ഈ കുട്ടികളെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തെന്നും അദ്ദേഹം വിവരിച്ചു. റിമാൻഡിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 വിദ്യാർത്ഥികളാണ് ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയത്. ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു.